الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ത്വാഹ 83-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലുകളുടെ പലതരത്തിലുള്ള അതിക്രമങ്ങളെ കുറിച്ചും വിശദീകരിക്കുകയാണ്. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ വമാ അഅ്ജലക എന്താണ് താങ്കളെ ധൃതിപ്പെടുത്തിയത്? വമാ അഅ്ജലക താങ്കളെ ധൃതിപ്പെടുത്തിയത് എന്താണ്? അൻ ഖൗമിക താങ്കളെ ജനതയെ തൊട്ട് എന്ന് പറഞ്ഞാൽ താങ്കളെ ജനതയെ വിട്ടു പോരുന്ന സമയം താങ്കളെ ധൃതിപ്പെടുത്തിയത് എന്താണ്? യാ മൂസ ഹേ മൂസ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ജനതയിൽ നിന്നും താങ്കൾ ധൃതിപ്പെട്ടുകൊണ്ട് ഈ തൂർ പർവ്വത താഴ്വരയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഖാല അപ്പോൾ മൂസ പറഞ്ഞു ഹും ഊലായി അലാ അസ്രി അതാ അവർ എന്റെ പിന്നിൽ തന്നെയുണ്ട്. അല്ലാഹുവേ വ അജിൽതു ഞാൻ ധൃതിപ്പെട്ടു വന്നത് ഇലൈക നിന്നിലേക്ക്, അല്ലാഹുവിലേക്ക് ഞാൻ എന്തിനാണ് ധൃതിപ്പെട്ടു വന്നത് എന്ന് മുസ്ലിം വിശദീകരിക്കുകയാണ്. റബ്ബി എന്റെ റബ്ബേ ലിതർളാ നിന്റെ തൃപ്തി ലഭിക്കുന്നതിനാണ്. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചു എന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആ തൃപ്തി ലഭിക്കാൻ വേണ്ടി മൂസ നബി എല്ലാവർക്കും മുന്നിലായി ധൃതിപ്പെട്ടുകൊണ്ട് ആ പർവ്വത താഴ്വരയിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ്. ശേഷം അല്ലാഹു പറയുന്നു നോക്കൂ കാല അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇന്നാ നിശ്ചയമായും നാം ഖദ് ഫതന്നാ നാം പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് ഖൗമക നിന്റെ ജനതയെ നിന്റെ ഖൗമേ നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. മിൻ ബഅദിക നിനക്കു ശേഷം എന്ന് പറഞ്ഞാൽ നീ അവരെ വിട്ടുപിരിഞ്ഞ് ഇവിടേക്ക് വന്നതിന് ശേഷം ഈ അടുത്തു തന്നെ നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അവരെ വഴിപിഴച്ചു. അസ്സാമിരി സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരെ വഴിപിഴപ്പിച്ചത്. ആ സാമിരി എന്ന് പറയുന്ന ആളുടെ വഴിപിഴവിൽ അവർ വീണുപോകുകയും അങ്ങനെ അവർ വഴിപിഴച്ചു പോകുകയും ഉണ്ടായി മൂസ എന്ന് മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുൻകൂട്ടി വിവരം നൽകുകയാണ്. അങ്ങനെ മൂസ നബി വളരെ വ്യസനത്തോടുകൂടിയാണ് തിരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അടുത്ത ആയത്തിൽ അതിന്റെ വിശദീകരണം നമുക്ക് കാണാം. എത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.